ഉടുമ്പൻചോലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളൊരു വാട്ടർഫോൾസ് കണ്ട്. അടിപൊളി ഒരു വാട്ടർഫോൾസാണ് ഇത്. കണ്ടോ, മേളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് താഴോട്ട് പോകുന്ന ഒരു സീനാണ്. നേരത്തെ ഇതുവഴിയൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് അവരിത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രൈവറ്റ് വാട്ടർഫോൾസാണ്. ഇത് തോട്ടത്തിൻ്റെ നടുക്കാണ്. കണ്ടോ, അടിപൊളിയാണ് സംഭവം. ഇങ്ങനെ താഴോട്ടൊഴുകി പോവുകയാണ്. അങ്ങോട്ട് താഴോട്ട് നല്ല ഡീപ്പായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്കിവിടുന്ന് ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് ഇറങ്ങിയൊന്നും പോകാൻ പറ്റിയില്ല. ഇതുണ്ടോ, വളരെ മനോഹരമായൊരു വാട്ടർഫോൾ. ഇങ്ങ് താഴം വരെ ഉണ്ടത്, ഇങ്ങനെ പരന്നൊഴുകുകയാണ്. നമുക്ക് ഇത് അവിടുന്ന് നിരങ്ങി പോരാൻ പറ്റും, അതുപോലത്തെ വാട്ടർഫോൾസാണ്. പക്ഷേ തലയും കുത്തി വീഴുമെന്നറിയില്ല. അങ്ങനെ താഴോട്ടൊഴുകി പോവുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉടുമ്പൻചോലയിലാണിപ്പോൾ ഉള്ളത്. ഉടുമ്പൻചോലയിൽ നിന്ന് നമ്മൾ മേളിലോട്ട് കയറുകയാണ് മൂന്നാറിനുള്ള വഴിയിൽ. അപ്പം നമ്മൾ കണ്ട ഒരു വാട്ടർഫോൾസാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പം നമുക്ക് മുമ്പോട്ടുള്ള വഴിയെ നേരെ മൂന്നാർ. ഇപ്പോൾ നമ്മൾ മൂന്നാറിനുള്ള വഴിയെ കയറി വന്നപ്പോൾ കണ്ട ഒരു മലയാണ്, പുൽമേടാണ്, കരിമ്പാറക്കൂട്ടങ്ങളാണ്. മഴക്കാലത്ത് ആ നടുവിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ചെവിയൊക്കെ അടച്ചു കേട്ടോ, കോടമഞ്ഞ് കയറാൻ തുടങ്ങി അതിൻ്റെയാണ്. പിന്നെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ മനോഹരമായൊരു പ്രദേശം കണ്ടപ്പോൾ നമ്മളത് സൈക്കിൾ നിർത്തിയിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. ഒരു മൊട്ടക്കുന്ന്. നമ്മളിപ്പം ഗുണ്ടംപാറ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗുണ്ടംപാറ ബ്രിഡ്ജ്. അപ്പോൾ അവിടുന്ന് ഒരു അരുവി ഒഴുകി വന്ന് ഒരു വെള്ളച്ചാട്ടമായിട്ട് താഴോട്ട് പോകുന്ന ഒരു സീൻ ഇവിടുന്ന് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിർത്തിയതാണ്. ഇത് കണ്ടോ, വളരെ ആഴത്തിലേക്ക് നല്ലൊരു വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നു. താഴോട്ട് പോയിട്ടൊരു സൈഡിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റില്ല. പുറകോട്ട് മാറിയാൽ ചിലപ്പോൾ കാണാതിരിക്കും. പക്ഷേ സൈക്കിൾ തള്ളി മാറ്റാനുള്ള പാടുപെടലുണ്ട്. ഞാൻ എന്നാലും സൈക്കിൾ മാറ്റി നോക്കട്ടെ, പുറകോട്ട് പോകാൻ പറ്റുമെന്ന്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങ് താഴോട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇച്ചിരി കൂടി പുറകോട്ട് വന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. ആഹാ, അടിപൊളി. ഗുണ്ടംപാറ ബ്രിഡ്ജിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന ആ സീനുണ്ടല്ലോ, പോലീസ് സാധനം നോക്കി വേണ്ട. വെള്ളം അവിടെ കുത്തി ഇവിടെ കുത്തിത്തേ അങ്ങ് താഴെ പോയി വീഴുന്നു. ഇതൊക്കെ കാണാൻ നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കണം. ഇത് കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അതുപോലെ തന്നെ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അങ്ങ് അകലെ കാണുന്ന മലകളിൽ കോട ഇങ്ങനെ കയറി വരികയാണ്. ഇനിയിപ്പോൾ ശാന്തമ്പാറ വരെ എനിക്ക് എത്തണം ഇന്ന്. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ആൾ നമ്മളെ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടം വരെ ഇനി ഇറക്കാമെന്നാണ് പറഞ്ഞത് ഡ്രൈവർമാരൊക്കെ. അപ്പോഴത്തെ മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിൽ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗുണ്ടംപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഗുണ്ടൻപാറ ബ്രിഡ്ജ്. മേളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്. സൂപ്പർ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇതൊക്കെ കാണുന്ന ബസ്സിലൊന്നും വന്നാൽ പോരാ കേട്ടോ. ഇതുപോലെ സൈക്കിളോ ബൈക്കോ ഒക്കെ എടുത്ത് വരണം. അല്ലെങ്കിൽ കാറെടുത്ത് വന്നാൽ ഇവിടെ കയറ്റി പാർക്കൊക്കെ ചെയ്തിട്ട് വന്ന് കാണേണ്ടി വരും. അപ്പോൾ ഇതാണ് ഗുണ്ടൻപാറ വെള്ളച്ചാട്ടം. ഒരുപാട് താഴ്ചയിലോട്ടാണ് പോകുന്നത് കേട്ടോ. പക്ഷെ അവിടെ ഒരു നല്ല ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇവിടുന്ന് കാറ്റടിച്ചിട്ട് ആ ചെടിയൊക്കെ, ഈ വെള്ളം ചാടുന്നതിൻ്റെ ആ കാറ്റ് കൊണ്ട് ചെടിയൊക്കെ കിടന്ന് ഇളകുന്നുണ്ടോ. അപ്പോൾ സൂപ്പർ. ഞാൻ സൂപ്പർ എന്ന് പറയുന്നത്, നിങ്ങളിനി സൂപ്പറാണോ എന്ന് തീരുമാനിക്കുക. ഞാൻ പോവാണ്. ഈ മരം നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചക്കക്കൊമ്പൻ വഴിയുടെ നടുക്ക് നിന്നപ്പോൾ ചേട്ടാ, ആ വാച്ചറുടെ പേരെന്നാ? ശക്തിവേൽ. ശക്തിവേൽ എന്ന വാച്ചർ ആ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ചക്കക്കൊമ്പനെ ഈ മരത്തിൻ്റെ
ചുവട്ടിലൂടെ മുകളിലേക്ക് കയറ്റി വിട്ടത്. അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിയിൽ ആനത്താരിയാണ്. ചക്കക്കൊമ്പൻ ഇപ്പോൾ ഈ എതിർ വനത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 2-3 ആനകൾ ഇവിടെയുണ്ട്. നമ്മൾ എന്ത് ധൈര്യത്തിലാണെന്ന് അറിയില്ല. ആ ആ ഇത് കണ്ടോ, ഇന്നലെ ഇതിലെ ഇറങ്ങിപ്പോയ ആനയുടെ വഴിയാണിത്. ആനത്താരി, ഈ ആനത്താരി കണ്ടോ, ഇതാണ് ആനത്താരി. ഇതിലെ ഒരു കുട്ടി ആന ഇറങ്ങി വന്നതാണ് ഈ ആനത്താരി. കണ്ടല്ലോ, ഇന്നലെ രാത്രി ഇറങ്ങി വന്നതാണ്. ഇന്നലെ രാത്രി ഇറങ്ങി വന്ന കാൽപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആനയുടെ കാൽപ്പാടാണ്. ഒരു കുട്ടിക്കൊമ്പൻ ഇതിലെ ഇറങ്ങി വന്നതാണ് ഇന്നലെ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ചക്കക്കൊമ്പനെ കയറ്റിവിട്ട സ്ഥലം. ശക്തിവേൽ എന്ന വാച്ചർ ഇവിടെ കൊണ്ടുവന്ന് സ്കൂട്ടർ നിർത്തിയിട്ട്, ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്കൂട്ടർ നിർത്തിയിട്ടാണ് അദ്ദേഹം ഈ വഴിക്ക് ആ ചക്കക്കൊമ്പനെ കയറിപ്പോടാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വഴിയിലാണ് ചക്കക്കൊമ്പൻ കയറിപ്പോയത്. അപ്പോൾ ഈ മരം എല്ലാവർക്കും പരിചയമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ശരി, ഒരു ആനത്താരിയുടെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, ഈ മലയുടെ മുകളിൽ ഒരു 7 ആനകൾ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വന്ന വഴിയിൽ അവിചാരിതമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഈ തണൽ പറ്റി ഇവിടെ തന്നെ നമ്മുടെ സൈക്കിൾ നിർത്തി. അപ്പോഴാണ് പ്രിൻസ് വന്നത്. പ്രിൻസിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നാട്ടുകാരനായിട്ടുള്ള അണ്ണൻ വന്നു. അണ്ണനാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഇവിടെയാണ് ഇന്നലെ ആന ഇറങ്ങി വന്നത് സ്ഥലം. പുതുപ്പാറ എന്ന സ്ഥലത്താണിത്. 7 എണ്ണം പുതുപ്പാറയിൽ ഉണ്ട്. അതായത് ഇവിടുന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പൊസിഷനിൽ തന്നെ മുകളിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് 7 ആന കൂട്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് സേഫല്ല, അതുകൊണ്ട് നമ്മൾ പതിയെ പോവുകയാണ്. പകൽ സമയത്ത് സാധാരണ അവർ ഇറങ്ങി വരാറില്ല, അവർ കാടിനുള്ളിലേക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഞാനിവിടുന്ന് ഗ്യാപ്പ് റോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ചക്കക്കൊമ്പൻ്റെയും മറ്റാനകളുടെയൊക്കെ വിഹാര കേന്ദ്രത്താണ് ഞാൻ നിൽക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് ആനകളൊന്നും വെളിയിലേക്ക് ഇറങ്ങി വരില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ആ കാട്, ഏലത്തോട്ടങ്ങളാണ്. ഇവിടെയാണ് അവരുടെ വിഹാര കേന്ദ്രം. താഴെ തൊഴിലാളികളൊക്കെ നിൽപ്പുണ്ട്. അവരെ വേറൊരാൾ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന പരിപാടി നടത്തുകയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എലിഫൻറ്റ് ക്രോസിംഗ് സോണാണെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 2 കിലോമീറ്റർ ദൂരത്താണ് അവരുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് മുകളിലോട്ട് പോവുകയാണ്. ഇതെല്ലാം ഏലക്കാടുകളാണ്. ഏലക്കാടുകളുടെ തൊഴിലാളികളൊക്കെ അങ്ങ് അകലെ കാണാം നമുക്ക്. അവർ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട്, അപ്പോൾ അരിക്കൊമ്പൻ്റെയും ചക്കക്കൊമ്പൻ്റെയും ഒക്കെ വിഹാര കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ചക്കക്കൊമ്പൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 7 ആനകളും ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ താങ്ക് യു, നമുക്ക് നീങ്ങാം. അങ്ങനെ ആനയിറങ്കലിലേക്കുള്ള ആ വലിയ കയറ്റം തള്ളിക്കയറ്റി ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് താഴ്ച ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഹെൽമെറ്റ് വെക്കാത്ത ഡ്രൈവർമാർ, അവരൊക്കെയാണ് നമ്മുടെ കാഴ്ച. ഹെൽമെറ്റ് കയ്യെ തൂക്കിയിടാനുള്ളതാണ്. അപ്പോൾ നാട്ടിൻപുറത്ത് മാത്രം MVD പിടിക്കാൻ നിന്നാൽ പോരാ, ഈ മലയോര മേഖലയിലൂടെ കയറി പിടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കിട്ടും. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ആനയിറങ്കൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ആന ചവിട്ടി കളഞ്ഞാണെന്ന് തോന്നുന്നു, ദൈവത്തിനറിയാം. ഏതായാലും ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് കാണുന്നത്. ഇങ്ങനെ കിടക്കുകയാണ് ആനയിറങ്കൽ ഡാം. നല്ലൊരു വ്യൂ പോയിൻ്റ്. 2 മലകളുടെ ഇടയിൽ ആ ആനയിറങ്കൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നടുക്കൊരു മലയുണ്ട്. അവിടെയെല്ലാം തേയിലക്കൃഷി തന്നെയാണ്. തേയിലയാണല്ലോ ഒരാധാരം. അപ്പം ഞാൻ താഴോട്ടിറങ്ങാം. അതിക്രമിച്ച് കയറിയതിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ താഴോട്ടിറങ്ങാണ്.
കുഞ്ഞി അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിയുടെ അടുത്തോട്ട് നമ്മൾ പതിയെ പോവുകയാണ്. ഇനി താഴെ ഇറങ്ങി ആനയിറങ്കൽ ഡാം ഒന്ന് കണ്ടിട്ട് നമുക്ക് പതിയെ പോകാം. കുഞ്ഞിയെ കയറ്റുമോ ഇല്ലയോ എന്നറിയില്ല. മറ്റ് ഡാമുകളിലൊക്കെ നമുക്ക് കയറാൻ പെർമിഷൻ തന്നായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ചോദിച്ചു നോക്കാം. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. ഡാമുകൾ ഒരുപാട് കണ്ടതുകൊണ്ട് ആനയിറങ്കൽ ഡാമിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. ആ സൈഡിലാണെന്ന് തോന്നുന്നു ഡാം. വൃഷ്ടിപ്രദേശം കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ്. അതിൻ്റെ നടുവിലൊക്കെ ഒരു ദ്വീപ് നമുക്ക് കാണാൻ പറ്റും. കണ്ട, ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. കണ്ട, പെരിയകനാലിൽ നിന്ന് പെരിയകനാലിലോട്ട് കയറി വരുന്നത്. ഇതാണ് പെരിയകനാൽ. ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആരെയും ഇറങ്ങിക്കേട്ടിട്ടില്ല. അപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ കടകളൊക്കെ ഇവിടെ കാണണ്ടേ. ആൾക്കാർക്ക് പേടിയാണ് ആന വന്ന് ഏതാണ്ട് ചെയ്തിട്ട് പോകുന്നു. ആന ഒരു കോപ്പും ചെയ്യുകയില്ല. അതിനെ കയറി ഉപദ്രവിക്കാതിരുന്നാൽ മതി. നമ്മൾ അതിൻ്റെ വഴിയിൽ നിന്ന് മാറിക്കിടക്കുക. അപ്പോൾ ആന ചവിട്ടി ചാവുകയില്ല. പാപ്പാമാർ അടിയിൽ പോയി കിടന്നിട്ടല്ല ചവിട്ടി ചാവുന്നത്. ഇവിടെ എവിടെയെങ്കിലും ആന ചവിട്ടി ചത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആനയുടെ വഴിത്താരയിൽ പോയി നിന്നാൽ ആന ചിലപ്പോൾ ചവിട്ടി കൊന്നിരിക്കും. വേണ്ടേ, ഇവിടെ 2 ശുനകന്മാർ എൻ്റെ സൈക്കിൾ ഉരുട്ടിയിടാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അവന്മാർക്കുള്ളത് ഞാൻ മിക്കവാറും കൊടുക്കേണ്ടി വരും. ഞാൻ ആരെയും തല്ലാറുള്ളതല്ല. എടാ, ചുമ്മാ എൻ്റെ ഇന്ന് അടി കൊള്ളല്ലേ. അടി കൊണ്ടാൽ മോന്ത നോക്കി അടിക്കത്തുള്ളൂ. വിട്ടാ വണ്ടി. ഓക്കെ ഓക്കേടാ. ഓക്കെ 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 ഓക്കെ. നീ വാലാട്ടിക്കൊണ്ട് ഓടണ്ട. അവൻ വാലാട്ടുന്നുണ്ടോ? പോടാ, താഴോട്ട് പോടാ, താഴോട്ട് പോടാ. എടാ, താഴോട്ട് പോകാൻ. എടാ, നിന്നോട് ചക്കക്കൊമ്പനോട് വാച്ചർ പറഞ്ഞ പോലെ ഞാൻ പറയേണ്ടി വരുമോ? പോടാ, കയറിപ്പോടാന്ന്. ആ, അതേന്ന്. ആ, 8 എണ്ണം ഉണ്ട്. ഇവിടെ മേളിലുണ്ടോ? മേളിലുണ്ടോ? ആ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയതാ. ആ, ഒരമ്മയും കുഞ്ഞ് ഇന്ന് ഇറങ്ങിയതിന്റെ ജാനത്താരിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. 6 നേരത്തെ കയറി. ആന വന്നോ? താഴെ ഇറങ്ങിയോ? കാട്ടിൽ അവര് പണിയുന്ന സ്ഥലത്ത്. ആ, ഉണ്ടല്ലേ. ആ, ഞാൻ അതിലെയാ വന്നത്. വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞായിരുന്നു ഇതേപോലെ ആനയുണ്ട്, മേളില് 6 പേരുണ്ട്. ഒരു ബൈക്ക് സ്കൂട്ടിയിൽ പോകുന്നത്. അത് ശരി. ഞാൻ കോട്ടയം. ആ, ഇവിടെ വലിയ പ്രശ്നമില്ലായിരിക്കും അല്ലേ? ഇപ്പൊ ഇല്ലല്ലോ. ആ, ഇവിടെ ആയിരുന്നല്ലേ? ഇതിന്റെ മേളിലായിരുന്നു. ആ ആ, അപ്പുറത്തെ മലയില്. ആ ആ ആ, അത് ശരി. ആ, അപ്പോൾ ശരി. അപ്പോൾ അണ്ണൻ്റെ വീട് എവിടെയാ? മേളിലാണോ? ഇനിയും കയറണം. ആ, താഴോട്ട് വേണോ? ആ, അത് ശരി. ആ, ഈ കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണോ? ആണോ? അങ്ങ് മൂന്നാറ് കയറ്റം തന്നെയാ? ആണോ? ഇടയ്ക്ക് ഒരു 3 കിലോമീറ്റർ ആണോ? ഇവിടുന്ന് കേപ്പില് പോയിട്ട് ഒരു കുറച്ചു നേരം ഇറക്കമുണ്ട്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ. പിന്നെ മൂന്നാറിൽ നിന്ന് 3 കിലോമീറ്റർ ഇപ്പുറം വരെ ഇറക്കമാണ്. നമ്മുടെ ഇതില്ലേ, പിന്നെ ടോൾ പ്ലാസ വരെ എന്തായാലും ദൂരമുണ്ട്? 5 കിലോമീറ്റർ. അത് ഗ്യാപ്പ് റോഡിന് മുമ്പല്ലേ? കഴിഞ്ഞിട്ടാണോ? ആണോ? അത് ശരി. ആ ആ ആ ആ, അവിടെ തങ്ങാന്നോർത്താ. അവിടെ ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പ്രശ്നമില്ല, അവരെ താഴെയല്ലേ. അപ്പോൾ ആന താഴെയുണ്ട്. നമ്മൾ കണ്ടിടത്ത് തന്നെയാണ്. ചക്കക്കൊമ്പൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ആനയുണ്ട്. അവിടെ 6 ആനകൾ ഒരുമിച്ചും ഒരു തള്ളയും കുഞ്ഞും ഒറ്റയ്ക്കുമാണ് നടക്കുന്നത്. ഒറ്റയ്ക്കല്ല, തള്ളയും കുഞ്ഞും കൂടെ. പിന്നെ നമ്മുടെ ചക്കക്കൊമ്പനും ഉണ്ട്. അപ്പോൾ അങ്ങനെ 6ഉം 2ഉം 8ഉം 1 9 പേർ അവിടെയുണ്ട്. അവരാരും ഇങ്ങോട്ട് വരികയില്ല. ഒരാഴ്ച മുമ്പ് വരെ ഇവർ ഈ ഏരിയയിലാണ് കറങ്ങി നടന്നിരുന്നത്. ഇനി എനിക്കൊരു 7 കിലോമീറ്റർ കൂടിയാണ് പോകാനുള്ളത്. തള്ളു തന്നെയാണ്, പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് നാട്ടുകാരുടെ ഉറപ്പിന്മേൽ ഞാൻ പതിയെ അങ്ങ് തള്ളുകയാണ്. ഈ തള്ള് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി തള്ള് വൈകിട്ട് പോയിരുന്നു തള്ളാൻ. അപ്പം ശരി. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുമോ, അപ്ലോഡിങ് ഇന്ന് നടക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ റേഞ്ചൊക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ പെരിയകനാലിൽ നിന്നും നമ്മൾ മുകളിലേക്ക്